Good morning, students. In the last video, we have seen the problems of accounting of dissolution of partnership. So, today we will see a new problem. Let us start. Okay, അടുത്ത question. Mickey and Donald were in partners sharing profit and losses in the ratio of 3:2. On 31st March 2017, their balance sheet stood as follows. മിക്കി ആൻഡ് ഡൊണാൾഡ് എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സും കൂടി അവരുടെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന 3:2 റേഷ്യോയിലാണ്. 31st ഡിസംബറിലെ ബാലൻസ് ഷീറ്റ് ആണ് ഇനി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലയബിലിറ്റി സൈഡ് ക്രെഡിറ്റേഴ്സ് 84,000, ജനറൽ റിസർവ് 45,000, ക്യാപിറ്റൽസ് മിക്കിയുടെ 1,50,000, ഡൊണാൾഡ് 75,000. ഡൊണാൾഡ് കറന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് 45,000. അടുത്ത അസറ്റ് സൈഡ് ക്യാഷ് ഇൻ ബാങ്ക് 79,000, ഡെപ്റ്റേഴ്സ് 60,000, stock 27,000, furniture 35,000, plant and machinery 1,70,000, Mickey's current account debit balance ആണ് 28,000. ടോട്ടൽ വരുന്ന 3,99,000. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിനകത്ത് ബാലൻസ് ഷീറ്റ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ട് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ഇനി നമ്മൾ സൊല്യൂഷനിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റും കറന്റ് അക്കൗണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ക്വസ്റ്റ്യന്റെ ബാക്കി നോക്കാം. On the above date, they decided to dissolve the firm. The asset realized as follows. ഏതെല്ലാം അസറ്റ് ആണ് റിയലൈസ് ചെയ്തിട്ടുള്ളത്? പ്ലാന്റ് ആൻഡ് മെഷീനറി 1,50,000, സ്റ്റോക്ക് 24,000, ഡെപ്റ്റേഴ്സ് 58,000. അപ്പം ഈ മൂന്ന് അസറ്റുകളാണ് ഇവിടെ റിയലൈസ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ. മിക്കി ടുക്ക് ഓവർ ഫർണിച്ചർ അറ്റ് എൻ അഗ്രീഡ് വാല്യൂ ഓഫ് ₹30,000. മിക്കി എന്ന് പറയുന്ന പാർട്ട്ണർ കമ്പനിയുടെ കൈവശമുള്ള 30,000 രൂപയുടെ ഫർണിച്ചർ പൂർണ്ണമായിട്ടും മിക്കി സ്വയം ഏറ്റെടുക്കുന്നു. There was an unrecorded liability of ₹6,000 for outstanding printing bill. അതായത് ഒരു അൺറെക്കോർഡ് ലൈബിലിറ്റി ഉണ്ടായിരുന്നു 6,000 rupees ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് പ്രിന്റിംഗ് ബിൽ. അപ്പം 6,000 rupees ഒരു അൺറെക്കോർഡ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു. ഇനി അടുത്തത് റിയലൈസേഷൻ എക്സ്പെൻസസ് എമൗണ്ടഡ് ടു ₹8,000. റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് കംപ്ലീറ്റും 8,000 rupees പറയുന്നുണ്ട്, എക്സ്പെൻസ് ആയെന്ന് പറയുന്നുണ്ട്. ഇനി ക്ലോസ് ദ ബുക്സ് ഓഫ് ദി ഫേം. ഇനി നമുക്ക് നമുക്ക് സൊല്യൂഷനിലോട്ട് വരാം. അപ്പം ആദ്യം തന്നെ നമ്മളോട് ജേർണൽ എൻട്രി, ഇനിയുള്ള പ്രോബ്ലത്തിലൊന്നും നമ്മൾ ജേർണൽ എൻട്രീസ് വെച്ച് പോസ്റ്റ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ജേർണൽ എൻട്രീസ് വെച്ച് നമ്മൾ ഇനി ഡയറക്റ്റ് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി കംപ്ലീറ്റ് എൻട്രീസ് പ്രകാരം തന്നെ നമ്മൾ ഇനി അക്കൗണ്ടിലോട്ട് കാര്യങ്ങൾ ഇനി പോസ്റ്റ് ചെയ്താൽ മതി. അപ്പം ആദ്യത്തെ അക്കൗണ്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. അപ്പം ഇനി അസറ്റും ലൈബിലിറ്റീസ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കംപ്ലീറ്റും പ്രൊവിഷൻസും വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റും ഇനി പോസ്റ്റ് ചെയ്യാം. അപ്പൊ നോക്കാം. അസറ്റ് ഒക്കെ ടു ഡെപ്റ്റേഴ്സ് 60,000, ടു സ്റ്റോക്ക് 27,000, ടു ഫർണിച്ചർ 35,000 എല്ലാം ബുക്ക് വാല്യൂ തന്നെ വേണം. ടു പ്ലാന്റ് ആൻഡ് മെഷീനറി 1,70,000. അടുത്ത ഇനി ക്രെഡിറ്റേഴ്സ്, അതായത് ഈ പറഞ്ഞ ലൈബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് എക്സ്റ്റേണൽ ലൈബിലിറ്റീസ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് 84,000, അതേപോലെ ടു ബാങ്ക് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രിന്റിംഗ് 6,000 rupees അൺറെക്കോർഡ് ലൈബിലിറ്റി ആണ്. എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, പേയ്മെന്റ് കൊടുത്തായിട്ടാണ് പറയുന്നത്. അടുത്ത് എക്സ്പെൻസ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എക്സ്പെൻസ് ആയിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് 8,000 rupees. ഇനി അടുത്തത് ബൈ ക്രെഡിറ്റേഴ്സ് 84,000 ഉണ്ടായിരുന്നു. ക്രെഡിറ്റേഴ്സ് 84,000 അത് നമ്മൾ എന്ത് ചെയ്യുന്നു റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇനി അതുപോലെ തന്നെ അസറ്റുകളെല്ലാം റിയലൈസ് ചെയ്യുന്നു. എല്ലാം അസറ്റുകളില്ല, 3 അസറ്റ് മാത്രം. അപ്പൊ ബൈ ബാങ്ക് അസറ്റ് റിയലൈസ്ഡ് 2,32,000. ഡെപ്റ്റേഴ്സും സ്റ്റോക്കും അതേപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ അല്ല പ്ലാന്റ് ആൻഡ് മെഷീനറി, ഈ 3 അസറ്റുകളാണ് ഇവിടെ കമ്പനി റിയലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ബൈ മിക്കീസ് കറന്റ് അക്കൗണ്ട് ഫർണിച്ചർ മിക്കി ഏറ്റെടുത്തിരിക്കുന്ന 30,000 രൂപയുടെ വില വരുന്ന ഫർണിച്ചർ മിക്കി സ്വയം ഏറ്റെടുക്കുന്നു. ബാലൻസിംഗ് ഫിഗർ നമ്മൾ ടോട്ടൽ വരുന്ന 3,90,000. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് സൈഡ് വരുന്ന ബാലൻസിംഗ് ഫിഗർ 44,000 ആണ്. ആ 44,000 നമ്മൾ രണ്ട് പാർട്ട്നേഴ്സും അതായത് മിക്കിക്കും ഡൊണാൾഡിനും 3:2 റേഷ്യോയിൽ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നത്. അപ്പൊ 44,000 into 3/5 26,400 ബൈ ഡൊണാൾഡ്സ് കറന്റ് അക്കൗണ്ട് 44,000 into 2/5 17,600. ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബൈ മിക്കീസ് കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് 26,400 അതേപോലെ ബൈ ഡൊണാൾഡ്സ് കറന്റ് അക്കൗണ്ടും 17,600 കാണിച്ച്. കറന്റ് അക്കൗണ്ട് ഇവിടെ വരാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിനകത്ത് രണ്ട് പേരുടെയും രണ്ട് പാർട്ട്നേഴ്സിന്റെയും കറന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും കാണിച്ചിട്ടുണ്ട്. എപ്പോഴും
ക്യാപിറ്റൽ, അതായത് കറണ്ട് അക്കൗണ്ട് എപ്പോഴും നമുക്കറിയാം, ക്യാപിറ്റൽ ഒരു പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ പാർട്ട്ണർഷിപ്പ് രണ്ട് രീതിയിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നൊന്ന് കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിനകത്ത് ഒറ്റ അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അത് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടോട്ട് മാത്രമാണ്. അതിനകത്ത് കാര്യങ്ങൾ എല്ലാം അഡ്ജസ്റ്റ്മെന്റ്സും ആ ഒറ്റ അക്കൗണ്ടിനകത്തോട്ട് എഴുതിയാണ് നമ്മൾ കംപ്ലീറ്റും ചെയ്യുന്നത്. പക്ഷെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിനകത്ത് രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നൊന്ന് കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പാർട്ട്നേഴ്സ് എത്രത്തോളം ക്യാപിറ്റൽ കൊണ്ടുവന്നു അത് മാത്രമേ അവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നുള്ളൂ. അപ്പം ഒരിക്കലും ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് ആകത്തേയില്ലേ. എപ്പോഴും ഒരിക്കലും ഒരു കാര്യങ്ങൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡിനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെങ്കിലും കാര്യം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതിന് ഒരു മാറ്റവും വരത്തില്ല. മാറ്റം വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുവാണ്. അതായത് തുടക്കത്തിൽ ബിസിനസ് തുടങ്ങിയ സമയത്ത് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് കൊണ്ടുവന്നു. അതുകൂടാതെ വർഷത്തിന്റെ ഇടയ്ക്ക്, അക്കൗണ്ടിംഗ് ഇയറിന്റെ ഇടയ്ക്ക് എപ്പോഴും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയാത്തിടത്തോളം കാലം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതിനൊരു ചേഞ്ചും ആ അക്കൗണ്ടിൽ വരത്തില്ല. അപ്പൊ ഇപ്പൊ ചെയ്യുന്ന നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നെന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ വിഡ്രോ ചെയ്തെന്നോ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇനി പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചേഞ്ച് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കറണ്ട് അക്കൗണ്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാലറി കൊടുക്കുകയും കമ്മീഷൻ കൊടുക്കുകയും, അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടോ എത്രത്തോളം ലോസ് ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണും, അപ്പൊ ഇതിനൊക്കെ എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചേഞ്ച് ആ ചേഞ്ച് എപ്പോഴും നമ്മൾ രേഖപ്പെടുത്താനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് കൃത്യമായിട്ട് രണ്ട് പാർട്ട്നേഴ്സിനെയും കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസിങ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കിട്ടിയിരിക്കുന്ന ബാലൻസ്, റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്ന എത്രയാണ്, ആ പ്രോഫിറ്റ് നമ്മൾ കറണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുക്കുന്നത്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാറ്റാൻ പറ്റത്തില്ല. കാരണം ക്യാപിറ്റൽ അക്കൗണ്ട് മുമ്പേ പറഞ്ഞ പോലെ അത് ഫിക്സഡ് ആണ്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുകയോ എന്ന് പറയാത്തിടത്തോളം കാലം ആ ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ആണ്. ഒരു തരത്തിലുള്ള മാറ്റം അതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. എപ്പോഴും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ട്. അപ്പൊ അതിനകത്താണ് ഈ പ്രോഫിറ്റും ലോസും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതോ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നതോ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന എമൗണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ കറണ്ട് അക്കൗണ്ടിനകത്ത് വേണം കാണിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് അക്കൗണ്ടിനകത്ത് കാണിക്കുന്നത്. കറണ്ട് അക്കൗണ്ട് എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. കംപ്ലീറ്റ് ആയിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ആ ചേഞ്ച്, പാർട്ട്നേഴ്സിന്റെ ഉണ്ടാകുന്ന ചേഞ്ച്, എത്രത്തോളം അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന കറണ്ട് അക്കൗണ്ടിന് രണ്ട് പാർട്ട്നേഴ്സിനും ബാലൻസ് തന്നുകൊണ്ടാണ് നമ്മൾ കറണ്ട് അക്കൗണ്ടിലോട്ട് എല്ലാം മാറ്റുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ഇനി മാറ്റുന്നില്ല. ഓക്കെ, അടുത്ത് നോക്കുവാണെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് വരുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. പക്ഷെ ഇതിനകത്ത് കറണ്ട് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കറണ്ട് അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ കറണ്ട് അക്കൗണ്ടിനകത്ത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാൽ പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം ഇനി കറണ്ട് അക്കൗണ്ടിനകത്ത് രേഖപ്പെടുത്താം, ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് രേഖപ്പെടുത്താം. കാരണം ക്വസ്റ്റ്യനകത്ത് കറണ്ട് അക്കൗണ്ട് എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാം കറണ്ട് അക്കൗണ്ടിൽ കൊടുക്കുന്നത്. ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. നമുക്ക് നോക്കാം പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട്. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 28,000 ഉണ്ടായിരുന്നു. ടു റിയലൈസേഷൻ അക്കൗണ്ട് 30,000. ടു റിയലൈസേഷൻ അക്കൗണ്ട് 30,000, അതായത് ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നു. മിക്കി ഫർണിച്ചർ ഏറ്റെടുത്തോളം തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ടു റിയലൈസേഷൻ അക്കൗണ്ട്, അതായത് കംപ്ലീറ്റും പ്രോഫിറ്റ്. മിക്കിക്ക് 26,400, പ്രോഫിറ്റ് എല്ലാം ഉണ്ടാകുന്നത് ഇവിടെ ലോസ് ആണ്. രണ്ട് പാർട്ട്നേഴ്സിനുണ്ട് 26,400. ഡോണലിന് 17,600 ലോസ് ആണ് ഇവർക്ക് ഉണ്ടാകുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ, ഡോണൽ 45,000. അതായത് ഇവരുടെ കംപ്ലീറ്റ് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് ഷീറ്റിനകത്ത് തന്നിട്ടുള്ള മിക്കിയുടെ ഡെബിറ്റ് ബാലൻസ് 28,000, അതേപോലെ ഡോണലിന്റെ ക്രെഡിറ്റ് ബാലൻസ് 45,000 നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഇനി ബൈ ജനറൽ റിസർവ് എത്രയാണോ തന്നിട്ടുള്ളത് അതിനെ 3:2 റേഷ്യോയിൽ വീതിക്കുന്നു. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണ് അത് വീതിച്ചു കൊടുക്കുന്നത് 27,000-18,000.
ജനറൽ റിസർവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. അപ്പം അത് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നുള്ള എൻട്രി ബൈ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റ ടു പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട്. അപ്പം മിക്കിക്ക് 27,000 18,000 3:2 റേഷ്യോയിലാണ് നമുക്ക് ജനറൽ റിസർവിന് വീതിച്ചു കൊടുക്കുന്നത്. അപ്പൊ വീതിച്ചു കൊടുത്തുള്ള എമൗണ്ട് ആണ് എഴുതിയിരിക്കുന്നത്. ഇനി ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ മിക്കിയുടെ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ 84,400 ആണ് മിക്കിയുടെ വരുന്നത്. അവിടെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ മിക്കീസ് ക്യാപിറ്റൽ ട്രാൻസ്ഫർ 57,400 ആണ്. അതായത് മിക്കിക്ക് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ മിക്കിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫർ ചെയ്യാനുള്ള. അപ്പം ഡൊണാൾഡിന്റെ ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞാൽ 45,400 ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡൊണാൾഡ്സിന്റെ ക്യാപിറ്റൽ. മിക്കിയുടെ ക്യാപിറ്റൽ 57,400 45,400. ഈ കറന്റ് അക്കൗണ്ടിന്റെ ആവശ്യം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിനകത്ത് രണ്ടുപേരുടെയും അക്കൗണ്ടിന്റെയും കറന്റ് അക്കൗണ്ടിന്റെയും ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കറന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കറന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തണം, ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് നമ്മൾ ഒരിക്കലും ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഓപ്പണിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ ക്ലോസിംഗും മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു കാരണവശാൽ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ മാത്രമേ പിന്നെ നമ്മൾ അതിനകത്തോട്ട് മാറ്റുന്നുള്ളൂ. അഡീഷണൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ വിഡ്രോവലോ എന്തെങ്കിലും പറയാത്തടത്തോളം കാലം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ക്യാപിറ്റലിൽ കാണിക്കുന്നുള്ളൂ. അല്ലാതെ പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിയലൈസേഷൻ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കാനോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കാനോ അല്ലെങ്കിൽ സാലറിയോ കമ്മീഷനോ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ എമൗണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ആവുന്ന. അതുകൊണ്ടാണ് ഇത് ഒരു കാരണവശാലും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു കാരണവശാലും ഇത് കാണിക്കാതെ. അപ്പൊ ഇതൊക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് കറന്റ് അക്കൗണ്ട് വേണം. അതുകൊണ്ടാണ് നമ്മൾ കറന്റ് അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത നോക്കുവാണെങ്കിൽ ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. മിക്കി 1,50,000 ഡൊണാൾഡ് 75,000. ഇനി മിക്കിയുടെ കറന്റ് അക്കൗണ്ട് ബാലൻസ് നമുക്ക് നോക്കാം. മിക്കിയുടെ പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ട് ബാലൻസ് മിക്കിയുടെ 57,400 അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അതായത് ഡെബിറ്റ് സൈഡ് കൊണ്ടുവരുന്നു. കാരണം 57,400 ഇത്രയും ലോസ് ആണ് അല്ലെങ്കിൽ. ഇനി ഡൊണാൾഡ്സിന്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ബാലൻസ് 45,400 ബൈ ഡൊണാൾഡ്സ് കറന്റ് അക്കൗണ്ട് ബാലൻസ് 45,400. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഡൊണാൾഡ്സിന്റെ ഡെബിറ്റ് സൈഡ് ആണ് ബാലൻസ് വരുന്നത് 45,400. അത് നമ്മൾ ക്രെഡിറ്റ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. തിരിച്ചു കാണിച്ചാൽ മതി. പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിൽ ഇപ്പം മിക്കിയുടെ ക്രെഡിറ്റ് സൈഡ് ആണ് ബാലൻസിങ് കാണിച്ചിരിക്കുന്നത്. അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് ബാലൻസിങ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും മാത്രം രേഖപ്പെടുത്തിന് ടോട്ടൽ വരുന്ന ബാക്കി നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന 1,50,000 ഡൊണാൾഡിന് 1,20,400. ഇനി മിക്കിയുടെ ബാലൻസിങ് ഫിഗർ കൊടുക്കാനുള്ളത് മിക്കിക്ക് 92,600, മിക്കിക്ക് പേയ്മെന്റ് ഫൈനലായിട്ട് കൊടുക്കാനുള്ള ഡൊണാൾഡിന് 1,20,400. അപ്പൊ ഇത്ര എമൗണ്ട് ആണ് രണ്ടുപേർക്കും കൊടുക്കാനുള്ളത്. ഇപ്പൊ ഈ കണ്ടോ, ഈ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ ആകെ കൂടെ രേഖപ്പെടുത്തുന്നത് ഓപ്പണിംഗ് ബാലൻസ് മാത്രം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലും കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് മാത്രം. അല്ലാതെ വേറൊന്നും നമ്മൾ ഇതിനകത്ത് രേഖപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം രേഖപ്പെടുത്താൻ കറന്റ് അക്കൗണ്ട് നിലവിലുള്ളിടത്തോളം കാലം ഇതിനകത്തെ ഒരു ഐറ്റം പോലും നമ്മൾ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ബാലൻസിങ് ഫിഗർ അല്ലാതെ വേറെ ഒരു ഐറ്റം ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തോട്ട് നമ്മൾ രേഖപ്പെടുത്താൻ പാടില്ല. ഇനി ബാങ്ക് അക്കൗണ്ട് ലാസ്റ്റ് അക്കൗണ്ട് നമുക്ക് നോക്കാം. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 79,000 നമുക്ക് തന്നിട്ടുണ്ട്. ടു റിയലൈസേഷൻ അസറ്റ് റിയലൈസ്ഡ് 2,32,000. ഇനി ക്രെഡിറ്റ് സൈഡ് ബൈ റിയലൈസേഷൻ ക്രെഡിറ്റേഴ്സ് 84,000 ബൈ റിയലൈസേഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രിന്റിംഗ് നമുക്ക് 6,000 പ്രിന്റിംഗ് കംപ്ലീറ്റ് അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആയിരുന്നു. ബൈ റിയലൈസേഷൻ എക്സ്പെൻസ് 8,000 ബൈ മിക്കീസ് ക്യാപിറ്റൽ 92,600 ഫൈനൽ പേയ്മെന്റ് മിക്കിക്ക് കൊടുക്കാനുള്ളത്. ബൈ ഡൊണാൾഡ്സ് ക്യാപിറ്റൽ 1,20,400 ഇത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിംഗ് ആണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നത്. അപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ പുതുതായിട്ട് വന്നേക്കുന്ന കറന്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയും ഓർക്കുക. കറന്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ബാലൻസിംഗ് ഫിഗർ രണ്ട് പാർട്ട്നേഴ്സിനും തന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കറന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യുമ്പം അതിനകത്ത് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ അതിനകത്ത് വരയ്ക്കുമ്പോൾ ഒരിക്കലും ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസും അതേപോലെ തന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ മാത്രം നമ്മൾ രേഖപ്പെടുത്തുന്നത്, വിഡ്രോവലും ഉണ്ടെങ്കിൽ മാത്രം ചേഞ്ച്. അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് മാത്രം ക്യാപിറ്റലിൽ തന്നിട്ടുള്ളെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തിയുള്ളൂ. ഇനി അപ്പൊ പാർട്ട്നേഴ്സ് കംപ്ലീറ്റ് ആയിട്ടും കൊണ്ടുവരുന്ന ഇപ്പൊ ഫർണിച്ചർ ആകാം, ഇപ്പം എന്തെങ്കിലും ആട്ടെ, ഇതൊക്കെ ചേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് സാലറി ആയിക്കോട്ടെ, ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതായിക്കോട്ടെ, ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതായിക്കോട്ടെ, ശമ്പളം ആയിക്കോട്ടെ, സാലറി ആയിക്കോട്ടെ, കമ്പനി ലോസിലാണെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് കുറയുവാണെങ്കിൽ ഉറപ്പായിട്ടും സാലറിയിലും കുറവുണ്ടാകും. അപ്പം ഇതൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ചേഞ്ച് എല്ലാം നമ്മൾ കറന്റ് അക്കൗണ്ടിനകത്താണ് രേഖപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കറന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് കറണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം അതിന്റെ ബാലൻസിങ് ഫിഗർ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വന്നിട്ട് കാണിക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാം നമ്മൾ എൻട്രീസ് പോലെ അങ്ങ് ചെയ്ത് കൂട്ടുക മാത്രം മതി, വേറൊന്നുമില്ല. അപ്പം എവിടെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ, പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, എവിടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.